എനിക്കിഷ്ടപ്പെട്ടൊരു മൂവി ജോണറാണ് ഡാർക്ക് കോമഡി. സോ റീസെൻ്റ്ലി മലയാളത്തിൽ അങ്ങനെ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങി. അത്യാവശ്യം ഭേദപ്പെട്ട പ്രകടനമൊക്കെ നടത്തി, അത്യാവശ്യം റണ്ണൊക്കെ കിട്ടി. പക്ഷേ എന്നാലും എനിക്ക് തിയേറ്റർ വാച്ച് മിസ്സായി പോയൊരു മൂവിയായിരുന്നു. ഇപ്പോൾ ആ പടം ഇന്നലെ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഒരു മരണവീട്ടിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഈ 1:50 റൺ ടൈമിൽ ഈ പടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 1:50 റൺ ടൈം എന്നാകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ? അതായത് നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് നമ്മളെ കഥയിലൂടെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നൊരു പടമാണ്. പക്ഷേ ഈ പടത്തിൽ എനിക്ക് അത്രത്തോളം ഒരു എൻഗേജിങ് തോന്നിയില്ല. അതിൻ്റെ റീസൺ ലാക്ക് ഓഫ് കണ്ടൻറ് എന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം 1:50 റൺ ടൈമുള്ള മൂവിയിൽ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവറിലേക്കുള്ള കണ്ടൻറ്റ് മാത്രം വെച്ചിട്ട് പിന്നീട് അങ്ങോട്ട് വലിച്ച നീട്ടിയ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കുറച്ച് ജോക്സ് ഉണ്ടായിരുന്നു. അതായത് ജോമോൻ ജ്യോതിറിൻ്റെ റോൾ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൊക്കെ നല്ലതായിട്ട് തോന്നി. പക്ഷേ ബാക്കി ക്യാരക്ടേഴ്സൊക്കെ കൈൻഡ് ഓഫ് അവിടെ ഉണ്ട് എന്നൊഴിച്ചാൽ വേറെ ഇല്ല. പിന്നെ ഒരു 2 പെയിൻറ്റ് പണിക്കാർ തമ്മിലുള്ള അല്ലെങ്കിൽ വെള്ളം അടിക്കുന്ന ബേസ് ചെയ്തിട്ടുള്ളൊരു സീൻസൊക്കെ വരുന്നുണ്ട്, വിച്ച് വാസ് നൈസ്. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള സീൻസൊന്നും കാര്യമായി ചിരിപ്പിക്കുന്നില്ല. മാത്രമല്ല ഒരു പോയിന്റ് കഴിയുമ്പോഴേക്കും മടുപ്പിക്കുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ഈ പടം ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു രീതിയിലാണ് പടം കണ്ടത്. ഒരിക്കലും ഒരു മോശം പടം എന്ന് പറയില്ല, പക്ഷേ അത്ര എൻഗേജ് ചെയ്യിക്കുന്നില്ല. ഇപ്പോൾ ഡാർക്ക് കോമഡി ഒന്നും അത്ര ഭീകരമായിട്ടൊന്നും പടത്തിലില്ല. അതായത് ഒരു പ്രീമിസ് ഉണ്ട്, ഒരു നല്ല പ്രീമിസ് ഉണ്ട്. പക്ഷേ ആ പ്രീമിസ് എവിടെ എത്താതെ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ പടത്തിലുണ്ടായിട്ടുള്ളത്. സോ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പടം ഇറ്റ് കുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. അതായത് ഇതിൻ്റെ എൻഡിങ് അല്ലെങ്കിൽ അവസാനം പടം നൽകുന്ന സന്ദേശം ഇസ് ഫൈൻ. പക്ഷെ അതിലേക്ക് എത്താൻ വേറെയും കുറേ വഴികളുണ്ടായിരുന്നു. ഇത്രയധികം വലിച്ച് നീട്ടേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ കൈൻഡ് ഓഫ് നമുക്കിപ്പോൾ ഒരുപാട് 4-5 കോണുകളിലൊരു പ്രശ്നം വരുമ്പോൾ അറ്റ് ദി എൻഡ് ഈ പ്രശ്നങ്ങളെല്ലാം ഒരു സെൻട്രൽ പോയിന്റിലെത്തി ഉള്ളൊരു മെസ് അല്ലെങ്കിൽ കെയോസ് ഉണ്ടാവുമല്ലോ, വെട്ടം പോലെ. അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഈ പടത്തിലില്ല. അത് ഇതിനെ നെഗറ്റീവായിട്ട് എനിക്ക് ബാധിച്ചു. എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് എന്തിലേക്കെങ്കിലും ബിൽഡ് ചെയ്ത് ലീഡപ്പ് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അതിന് കാര്യമായ ഇംപ്ലിക്കേഷനൊന്നും ഇല്ലാണ്ട് പടം അവസാനിക്കുകയാണ്. സോ ഫോർ മീ ഒരു ആവറേജ് വാച്ചാണ്. സോ ഇഫ് യു ഹാവൻ സീൻ ഇറ്റ് ഓൾറെഡി, ഗോ ഫോർ ഇറ്റ്. അത്ര വലിയ മോശം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കാര്യമായി എടുത്തു പറയാനായിട്ട് ഈ പടത്തിൽ ഒന്നുമില്ല. ഒരു മീഡിയക്കോർ പടം.